മൾട്ടി ടാലന്റഡ് എന്നല്ല, ജീവിക്കാൻ വേണ്ടി എല്ലാ പണികളും ചെയ്യുന്നു എന്ന് പറയുന്നതാകും നല്ലത്. സോഫ്റ്റ്വെയർ ഫീൽഡായിരുന്നു ഞാൻ. പിന്നെ ഫിസിക്കലി അത്ര നല്ലത് അല്ലാത്തോണ്ടാണ് ആ ഫീൽഡിൽ നിന്നും ഇറങ്ങിയത്. അഭിനയത്തിലേക്ക് എത്തണമെന്ന് വിചാരിച്ച ആളല്ല ഞാൻ. ഫെയിം ഇഷ്ടപ്പെടുന്ന ഒരു ആളല്ല. സാധാരണ പോലെ നടക്കാനാകണമെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ നടക്കുന്ന ആളാണ് ഞാൻ. കുടുംബപരമായി നോക്കിയാൽ മിക്ക ആളുകളും അഭിനയത്തിലുണ്ട്. IT വിടാൻ കാരണവും അച്ഛനാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതം പോകുന്നത്. വില്ലനായതുകൊണ്ടാണോ ഡോക്ടറെ വിവാഹം കഴിച്ചതെന്ന് ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാരണം സ്ഥിരമായി അടി കിട്ടുമ്പോൾ ചികിത്സിക്കാൻ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടല്ലോ. അങ്ങനെ ചോദിച്ചാലും എനിക്കത് വലിയ അനുഗ്രഹമാണ്. പരിക്കുകൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടല്ലോ ട്രീറ്റ് ചെയ്യാൻ. സിനിമകൾ ചെയ്യുമ്പോൾ പരിക്ക് പറ്റുമ്പോൾ ആളാണ് നോക്കുന്നത്. ഇടയ്ക്ക് ചോദിക്കും ഇന്ന് എന്താണ് പരിക്ക് പറ്റിയതെന്ന്. റോൺസൺ പറയുന്നു. എനിക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. PR കൊണ്ടാണ് ഇത്രയും ഹൈപ്പ് ആ ഷോയിൽ ഉണ്ടാക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ ആളുകൾ ആ ലോകത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് ബിഗ് ബോസിന്റെ പേരും പറഞ്ഞിട്ട് സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഷോ ആണ്. നെഗറ്റീവ് ഷോ എന്തിന് നിങ്ങൾ കാണുന്നു, അതിലാണ് കാര്യം. അതിൽ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ ആകില്ല. രണ്ടുപേർ തമ്മിൽ അടികൂടുന്നത് നെഗറ്റീവ് അല്ലേ? എനിക്ക് ഫൈനാൻഷ്യലി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോയി. ഞാൻ ഒരു സീസണും കണ്ട ആളല്ല. എനിക്ക് അത്രയും ടെൻഷനോടെ നിൽക്കാൻ കഴിയുന്ന ആളുമല്ല. എന്നിട്ടും ഞാൻ പോയി. വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നല്ലാതെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയാലും 2 ദിവസം നമ്മളെ പൂട്ടിയിടും. അതിനുശേഷമാണ് ഫോൺ പോലും തരുന്നത്. ഞാൻ അതിൽ നിന്നും ഇറങ്ങി ഫോൺ ഓണാക്കിയ ഉടനെ ആദ്യ കോൾ ഒരു PR ഏജൻസിയുടേതായിരുന്നു. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എയർപോർട്ടിൽ ആളെ സെറ്റ് ചെയ്യാം, അതിന് ഇത്രയും കാശാണ്, സെന്റിമെന്റൽ സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, പോകാൻ ഏതു കാർ വേണം എന്നൊക്കെ അവർ എന്നോട് ചോദിച്ചു. അത് PR വർക്കാണെന്ന് ഞാൻ അറിയുന്നത് പോലും അപ്പോഴാണ്. ലക്ഷങ്ങളുടെ കളിയാണ്. ഞാൻ ഇത്രയും ഡേയ്സ് അവിടെ നിന്നത് കാശിന് ആവശ്യമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഇതിനല്ല എന്ന് അവരോട് പറഞ്ഞു. റോൺസൺ വെളിപ്പെടുത്തുന്നു.